നമസ്കാരം, ഫ്രൂട്ട് റൂട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യുന്നത് ചക്കപ്പഴം കൊണ്ടുള്ള വട്ടയപ്പമാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 10-12 ചക്കപ്പഴം ഇതിൻ്റെ ചുള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്നിട്ട് ഒരു 3 കപ്പ് റേഷൻ കടയിൽ പുഴുങ്ങലരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് സോയാ ബീൻസാണ്. പിന്നെ ഒരു 1/4 കപ്പ് ചൊവ്വരി. അപ്പോൾ അത് അരിയും ചൊവ്വരിയും സോയാബീൻസും കൂടെ നമുക്ക് കുതിർത്ത് അരച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ 1 കപ്പ് തേങ്ങ വെള്ളം പഞ്ചസാര ഇട്ട് വെച്ച് കള്ളിൻ്റെ കൂട്ട 2 ദിവസം ഇട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് കള്ളിൻ്റെ ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി അരയ്ക്കുന്നുണ്ട്. തേങ്ങ വേണമെങ്കിൽ 1 കപ്പ് അരയ്ക്കാം. ഞാൻ അരയ്ക്കുന്നില്ല. ചോറ് വേണമെങ്കിലും അരയ്ക്കാം. ഞാനിത് രണ്ടും ഉപയോഗിക്കുന്നില്ല. അല്ലാതെ നമ്മളിത് അരച്ച് ഒരു സാധാരണ വട്ടയപ്പത്തിന് എത്ര സമയം വയ്ക്കുന്നു അത്രയും സമയം തന്നെ വെച്ച് അതിൽ 1 മണിക്കൂർ കുറവായാലും മതി, ചക്കയും കൂടെ ഉള്ളത് കൊണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് റൈസ് ചെയ്ത ശേഷം എടുത്ത് നമുക്ക് അപ്പം ഉണ്ടാക്കാം. അപ്പോൾ നമുക്കത് അരച്ചുകൊണ്ട് വരാം. നമ്മുടെ ചക്ക വട്ടയപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ചക്കപ്പഴം, പിന്നെ സോയാബീൻസ്, ചൊവ്വരി, റേഷൻ പുഴുങ്ങലരി, പിന്നെ കള്ള്, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് അരച്ച് വെച്ചിരിക്കുന്ന മാവാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്തു. കുറച്ച് ചക്കയുടെ മധുരം ഉള്ളത് കൊണ്ട് കുറച്ച് പഞ്ചസാര ചേർത്താൽ മതിയായിരുന്നു. അതിലേക്ക് കേക്ക് ജീരകവും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിൽ നെയ്യ് തടവിയിട്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. ഒരു പാത്രത്തിൽ നെയ്യ് തടവിയെടുക്കാം. നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവ് ഈ പാനിലേക്ക് ഒഴിക്കാം. നല്ല ചൂടായിരിക്കുന്ന അപ്പച്ചപ്പിലേക്ക് ഇത് ഇറക്കി വെച്ച ശേഷം ഞാനിത് നെയ്യിൽ വറുത്തെടുത്ത പഴുത്ത ചക്ക ചുള കട്ട് ചെയ്താണ് നെയ്യിൽ വറുത്തെടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്കത് നല്ല ആവിയിൽ പുഴുങ്ങിയെടുക്കാം. നമ്മുടെ ജാക്ക് ഫ്രൂട്ട് വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തണുക്കാനായിട്ട് ഇറക്കി വയ്ക്കാം. നമ്മുടെ തേങ്ങയില്ലാത്ത ചക്ക വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസിയാണ്, ടേസ്റ്റിയുമാണ്.